ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ബി കോമിൻ്റെ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ മൊഡ്യൂൾ 3 ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാ തിയറി പാർട്ടും നമ്മൾ കവറായിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോബ്ലംസ് ആണ് നോക്കേണ്ടത്, അല്ലേ? സോ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള പേജ് നമ്പർ 3.6 ഇലിസ്ട്രേഷൻ 1 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിൽ നമ്മൾ ആദ്യം കഴിഞ്ഞ വീഡിയോ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ അകത്ത് നമ്മളൊരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ്സിൻ്റെ അകത്ത് ഒരുപാട് കോവെഞ്ചേഴ്സ് കാണും. ബട്ട് അതിൽ ഒരു കോവെഞ്ചറിനെ എല്ലാം നോക്കി നടത്താനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. സോ നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം നന്നായിട്ട് മനസ്സിലാക്കി എടുക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ജയൻ ആൻഡ് മോഹൻ എൻറ്റേർഡ് ഇൻ ടു എ ജോയിൻറ്റ് വെഞ്ചർ ഇൻ വിച്ച് ജയൻ വുഡ് മാനേജ് ദ ബിസിനസ്. ജയനും മോഹനും കൂടി ഒരുമിച്ചിട്ടാണ് ഒരു ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ് തുടങ്ങുന്നത്. അതിൽ ജയനാണ് എന്ത് ചെയ്യുന്നത്, ആ ബിസിനസ് മൊത്തം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ 2 കോവെഞ്ചേഴ്സ് ഉണ്ട്. അതിൽ ജയൻ പറയുക, ജയനെയാണ് എല്ലാം നോക്കി നടത്താനായിട്ടുള്ള ആളായിട്ട് നിയമിച്ചിരിക്കുന്നത്. സോ ഇവിടെ ജയനായിരിക്കും എന്ത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത്, ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ദേ ബ്രോട്ട് ₹20,000 ഈച്ച് ഇൻ ക്യാഷ് ഫോർ ദ വെഞ്ചർ. അവർ ഓരോരുത്തരും 20,000 രൂപ ഈ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് കൊണ്ടുവന്നു. ജയനും 20,000 കൊണ്ടുവന്നു, മോഹനും കൊണ്ടുവന്നു. പക്ഷെ നമ്മളിവിടെ എഴുതുന്ന സമയത്ത് ജയനാണല്ലോ ഇവിടെ നോക്കിക്കൊണ്ട് കിടക്കുന്നത്, അല്ലേ? അപ്പം മോഹൻ്റെ മാത്രം. അപ്പം നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടെ ആരാണ്? ജയനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ക്യാഷ് കൊണ്ടുവന്നു എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിൽ എഴുതേണ്ട കാര്യമില്ല. അത് നമുക്ക് അങ്ങോട്ട് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും നോക്കാം. ജയൻ ബോട്ട് ഗുഡ്സ് ഫോർ ₹38,000. ജയൻ എന്ത് ചെയ്തു, 38,000 രൂപയുടെ സാധനം വാങ്ങിയിട്ടുണ്ട്. ആൻഡ് സെയിൽസ് ഫോർ ₹50,000. 50,000 രൂപയുടെ വിൽപ്പനയും നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഇതിൻ്റെ അകത്ത് എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്ത് എല്ലാ ഇൻകംസുകളും ക്രെഡിറ്റ് ചെയ്താൽ മാത്രം മതി. എക്സ്പെൻസ് ഓൺ ദ വെഞ്ചർ പെയ്ഡ് ബൈ ഹിം എമൗണ്ട് ടു ₹2,000. എഗെയിൻ ഒരു എക്സ്പെൻസ് കൂടെ വന്നിട്ടുണ്ട്, 2,000. ജയൻ വുഡ് എ കമ്മീഷൻ ഓഫ് 4% ഓൺ സെയിൽസ്. ജയന് വിൽപ്പനയിൽ നിന്നും 4% കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്. അതും ഒരു എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ദേ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഈക്വലി. പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആർക്കൊക്കെ അർഹതപ്പെട്ടതാണ്? ജയനും അർഹതപ്പെട്ടതാണ്, മോഹനും അർഹതപ്പെട്ടതാണ്. അത് രണ്ടും അവർ ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഗീവ് ജേർണൽ എൻട്രീസ് ആൻഡ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ജയൻ. എന്താണ്? ജയൻ്റെ ലെഡ്ജർ അക്കൗണ്ടും അതുപോലെ തന്നെ ജേർണൽ എൻട്രീസും നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വേന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ജേർണൽ എടുക്കാനും പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ലെഡ്ജർ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സാധാരണ രീതിയിൽ ജേർണൽ നമുക്ക് എളുപ്പം കിട്ടുന്നത് ലെഡ്ജറിൻ്റെ ഒരു ഐഡിയ കിട്ടുമ്പോഴാണ്. സോ അതിന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് ആദ്യം നോർമലായിട്ട് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇവിടെ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ജയനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം ഒരു അക്കൗണ്ട് വരയ്ക്കുക. ജസ്റ്റ് ഞാനിങ്ങനെ യൂഷ്വലായിട്ട് ഇതാവുന്നേ ഉള്ളൂ, കൈ തട്ടിപ്പോയാൽ തീർന്നു. നിങ്ങളിത് നോട്ട്ബുക്കിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ടൊക്കെ വരച്ച് എഴുതണം. അപ്പോഴേ നിങ്ങൾക്കിത് കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ. ഞാനിവിടെ നിങ്ങൾക്ക് പെട്ടെന്നുള്ളൊരു ഇത് മനസ്സിലാവാൻ വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. സോ ഫസ്റ്റ് നമ്മളിവിടെ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന് നമ്മൾ എഴുതുക. ഇവിടെ ഡെബിറ്റ് സൈഡ് ഉണ്ടാവും, ഇവിടെ ക്രെഡിറ്റ് സൈഡ് ഉണ്ടാവും, അറിയാമല്ലോ. ഓക്കെ, ഇവിടെ പെർട്ടിക്കുലേഴ്സ്, ഇവിടെ എമൗണ്ട്. ഈ മോഡലൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു.
കൺജസ്റ്റഡ് ആണ് കുറച്ച് സ്പേസ്. ഇതിന് നോട്ട്സ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഞാൻ ഇട്ടേക്കാം. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഇവിടെ ക്രെഡിറ്റ് സൈഡ്. സോ ഫസ്റ്റ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തേന്ന് പറഞ്ഞാൽ ദേ ബ്രോട്ട് ₹20,000 ഈച്ച് ഇൻ ക്യാഷ് ഫോർ ദ വെഞ്ചർ. അവരെന്താണ് 20,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും നമ്മൾ ഈ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഇവിടെ നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻസുകൾ മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ജയൻ ബോട്ട് ഗുഡ്സ് ഫോർ ₹38,000 ആണ്. 38,000 രൂപയ്ക്ക് ജയൻ എന്ത് ചെയ്തു? സാധനം വാങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു എക്സ്പെൻസ് അല്ലേ? എക്സ്പെൻസിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഈ ഒരു 38,000 രൂപ എഴുതണം. 38,000 രൂപ എഴുതുക. എങ്ങനെയാണ്? അത് ബാങ്ക് വഴിയായിരിക്കും ആ പൈസ. ബാങ്ക് ഓർ ക്യാഷ്. ബാങ്ക് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ബാങ്ക് എന്ന് എഴുതുക. ബ്രാക്കറ്റിൽ എങ്ങനെയാണ്? ഗുഡ്സ് ബോട്ട് എന്നും പറഞ്ഞ് എഴുതുക. സാധനം വാങ്ങിയപ്പോൾ 38,000 രൂപ കുറഞ്ഞു. അതൊരു എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ ₹50,000. 50,000 രൂപയ്ക്ക് വിറ്റു. വിൽപ്പനയിൽ നിന്ന് നമുക്ക് വരുമാനമാണ് കിട്ടുന്നത്. സോ സെയിൽസ് എന്ന് പറയുന്നത് ഒരു ഇൻകം ആയതുകൊണ്ട് തന്നെ ഈ 50,000 എന്നുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, 50,000 എന്ന് പറയുന്ന ഒരു പൈസ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അവിടെ നമുക്ക് സെയിൽസ് എന്നും പറഞ്ഞല്ല എഴുതുന്നത്, ബാങ്ക് വഴിയായിരിക്കും കിട്ടുന്നത് അല്ലേ? ബാങ്ക് വഴിയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ബാങ്ക് എന്ന് എഴുതി. ബാങ്കിൽ എങ്ങനെ നമുക്ക് കിട്ടി? സെയിൽസ് ആയിട്ട് കിട്ടി. അത് നമ്മൾ ലിസ്റ്റ് ചെയ്യുക. സെയിൽസ് ആയിട്ട് 50,000 രൂപ കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നും പറയുന്നു എക്സ്പെൻസ് ഉണ്ടായി അല്ലേ? എക്സ്പെൻസ് ഓൺ ദ വെഞ്ചർ പെയ്ഡ് ബൈ ഹിം. അതായത് ജയൻ അതിലുണ്ടായ ഒരു ചിലവ് 2,000 രൂപ കിട്ടി. ചിലവ് നമ്മൾ എവിടെ എഴുതുക? ഡെബിറ്റ് സൈഡിൽ. സോ ഡെബിറ്റ് സൈഡിൽ 2,000 എങ്ങനെയാണ്? ബാങ്ക് വഴിയായിരിക്കും. ബ്രാക്കറ്റിൽ എങ്ങനെയാണെന്നും കൂടി പറഞ്ഞിരിക്കുക. എക്സ്പെൻസ് ആണെങ്കിൽ എക്സ്പെൻസ് എന്ന് കാണിക്കുക. എക്സ്പെൻസ് ആണെങ്കിൽ എക്സ്പെൻസ് എന്ന് കാണിക്കുക. അപ്പോൾ 2,000 എക്സ്പെൻസ് ആയിട്ടുണ്ട്. ഇനി അത് പറഞ്ഞിട്ടുണ്ട് ജയൻ വുഡ് ഗെറ്റ് എ കമ്മീഷൻ ഓഫ് 4% ഓൺ സെയിൽസ്. ജയന് എന്ത് ചെയ്യാണ്? കമ്മീഷൻ കിട്ടുകയാണ്. എത്ര രൂപ? സെയിൽസിൻ്റെ 4%. സെയിൽസ് 50,000 സോ 50,000ൻ്റെ 4% എന്ന് പറയുന്നത് 2,000. സോ ഇവിടെ നമ്മൾ കമ്മീഷനും ഒരു എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ആ ഒരു വെഞ്ചറിനെ സംബന്ധിച്ച് ആ ഒരാൾക്ക് കമ്മീഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ആ വെഞ്ചറിന് എന്താണ്? നഷ്ടമാണ്. സോ അതുകൊണ്ടാണ് അത് ഡെബിറ്റ് സൈഡിൽ നമ്മൾ കമ്മീഷൻ എന്ന് പറഞ്ഞ് തന്നെ എന്ത് ചെയ്യുക? കാണിക്കുക. കമ്മീഷൻ 2,000. പിന്നെ എൻട്രീസ് ഒന്നും പറയുന്നില്ല. പറയുന്നത് വെച്ചാൽ പ്രോഫിറ്റും ലോസും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം അല്ലേ? ലെഡ്ജർ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ അത് നോർമലായിട്ട് ഇനി ബാലൻസ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ എത്ര ഉണ്ട്? 50,000 ഉണ്ട്. അപ്പോൾ ഇവിടെയും ബാലൻസ് ചെയ്ത് കൊടുക്കുക 50,000. ബാക്കി ബാലൻസ് എന്ന് പറയുന്നത് 8,000 രൂപയാണ്. ഈ 8,000 രൂപ എന്ന് പറയുന്നത് ജയന് മാത്രം അർഹതപ്പെട്ടതാണോ? അല്ല, ജയനും മോഹനും കൂടി അർഹതപ്പെട്ടതാണ്. ഇത് ജയൻ അർഹതപ്പെട്ടത് അയാളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോവും. പക്ഷേ മോഹന് അവകാശപ്പെട്ട പൈസ മോഹൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലും പോവും. അപ്പോൾ ഇവർ ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ 8,000ൻ്റെ പകുതി 4,000 ജയൻ എടുക്കും, 4,000 മോഹൻ എടുക്കും. സോ ജയൻ്റെ പൈസ P&L അക്കൗണ്ടിൽ പോകും. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 4,000 പോകും. മോഹൻ്റെ അക്കൗണ്ട്, അതുകൊണ്ട് മോഹൻ്റെ അക്കൗണ്ടിൽ പോകുന്നതുകൊണ്ട് മോഹൻസ് അക്കൗണ്ട് 4,000 എന്നെഴുതി 8,000 ആക്കി കാണിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ട കാര്യം. ഇങ്ങനെയാണ് നമ്മൾ ഒരാൾ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയാൽ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായോ? അപ്പോൾ ഒന്നുമില്ല, ഒരു ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ ഈ കൊണ്ടുവന്ന പൈസകളോ അങ്ങനെ ഒന്നും എഴുതേണ്ട കാര്യമില്ല, നോർമലായിട്ട്. ഇനി നമുക്ക് മോഹൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം അല്ലേ?
മോഹൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. മോഹൻസ് അക്കൗണ്ടാണ് ഇത്. ഇവിടെ നമ്മൾ പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് കൊടുക്കുക, ക്രെഡിറ്റ് സൈഡ് ആൻഡ് ഡെബിറ്റ് സൈഡ് ഇത് രണ്ടും ഉണ്ടാവണം. നമുക്ക് കാര്യം കത്തുന്നുണ്ടല്ലോ അല്ലേ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ മോഹൻ അക്കൗണ്ടിൻ്റെ സൈഡിൽ നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, ഇവിടെ വെഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു തുടക്കത്തിൽ ഒരു 20,000 രൂപ ഓരോരുത്തർ കൊണ്ടുവന്നില്ലേ. ക്യാപിറ്റലിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് നമ്മൾ മോഹൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഒരു 20,000 എന്ന് കാണിച്ച് 20,000 ഒരു മിനിറ്റ് ഇപ്പം ബാങ്ക് ക്യാപിറ്റലിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് മോഹൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 20,000 എഴുതി. ഇനി മറ്റേൽ നമുക്ക് മോഹൻ ഒരു 4,000 രൂപ ലാഭം ഉണ്ടായിരുന്നല്ലോ, 4,000 അയാളുടെ സംബന്ധിച്ച് അയാൾക്കൊരു വരുമാനമായതുകൊണ്ട് മോഹൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 4,000 എഴുതി. എങ്ങനെ കിട്ടി? ജോയിൻറ്റ് വെഞ്ചറിൽ നിന്ന് കിട്ടി. സോ ജോയിൻറ്റ് വെഞ്ചറിൽ നിന്ന് എഴുതാം. ഇനി ഇത് ബാലൻസ് ചെയ്ത് കൊടുക്കുക. 24,000 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ 24,000 ഇവിടെ നമ്മൾ ബാലൻസ് അല്ല, അത് ബാങ്കിലേക്ക് ഇതായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ബാങ്ക് 24,000 എന്ന് കാണിക്കാം. ഇത്രയുമാണ് ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും ഒരു ഇതായിട്ട് തോന്നും, പക്ഷേ കാര്യം മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പ്രോബ്ലം ചെയ്തിരിക്കുന്ന നോട്ട് അതേപോലെ ഒരു വീഡിയോ ആയിട്ട് ഒരു ഷോർട്ട്സ് ആയിട്ട് ഞാൻ ചെയ്യാം. നിങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി. അപ്പം ഞാനതങ്ങനെ എന്ത് ചെയ്യാം, ഇട്ട് തരാം. ഇതാകുമ്പോഴത്തേക്കും ജസ്റ്റ് ആ ഒരു പറഞ്ഞ് കേട്ടാൽ മാത്രമേ അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അകത്ത് ജേണൽ എൻട്രീസ് ആണ് നോക്കാനുള്ളത്. സോ ജേണൽ നോക്കാം. ജേണൽ എൻട്രീസ് നോക്കാം. അതിൻ്റെ അകത്ത് ആദ്യം തന്നെ നമ്മൾ എന്താണ് ഓക്കെ മോഹൻ പൈസ കൊണ്ടുവന്നത്, അതായത് ജയൻ്റെ ഗീവ് ജേണൽ എൻട്രീസ് ആൻഡ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ജയൻ. ജയൻ്റെ ബുക്കാണ് നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് എഴുതിയത്, മോഹൻ്റെ പ്രിപ്പയർ. അപ്പോൾ ജയൻ്റെ ജേണൽ എൻട്രിയാണ് എഴുതുന്നത്. അപ്പോൾ മോഹൻ പൈസ കൊണ്ടുവരുന്നതിൻ്റെ ഒരു എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു അല്ലേ, മോഹൻ അക്കൗണ്ട് എത്ര, 20,000. എന്നിട്ട് ഒരു നറേഷൻ കൊടുക്കുക. എമൗണ്ട് റിസീവ്ഡ് ഫ്രം മോഹൻ ആസ് ഹിസ് ഷെയർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഇനി അതിൻ്റെ അകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് 38,000 രൂപയുടെ ഒരു എക്സ്പെൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം നമുക്കൊരു ഞാൻ പറഞ്ഞു ഒരു ലെഡ്ജർ അക്കൗണ്ട് കിട്ടിയാൽ നമുക്ക് ജേണൽ എളുപ്പം തരാം. അപ്പം നമ്മൾ നോക്കി, ഇവിടെ ഡെബിറ്റ് സൈഡ് ആയിരുന്നു, ഇവിടെ ക്രെഡിറ്റ് സൈഡ്. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഇവിടെ ആയിരുന്നു 38,000. എക്സ്പെൻസിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് 38,000 നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് കൊടുത്ത്. സോ ജേണൽ വരുമ്പോൾ സിമ്പിളാണ്. ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കിടന്ന കാര്യം ജേണൽ വരുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റിൽ പോകും. നോട്ട് ദ പോയിന്റ്. ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വന്ന കാര്യം ജേണൽ വരുമ്പോൾ അത് ക്രെഡിറ്റിൽ പോകും. ഇപ്പം ലെഡ്ജർ അക്കൗണ്ട്, അതായത് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ആരാ കിടക്കുന്നത്, ബാങ്ക്. സോ ജേണൽ വരുമ്പോൾ അത് ക്രെഡിറ്റിൽ പോവും. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റിൽ ആര് പോകും, ജോയിൻറ്റ് വെഞ്ചർ പോകും. സോ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് 38,000. ഓക്കെ, 38,000 എന്ന് കൊടുത്തിരിക്കുക. 38,000 എളുപ്പമല്ലേ. അതായത് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആരാണോ കിടക്കുന്നത് അത് ജേണൽ വരുമ്പോൾ ഡെബിറ്റിൽ പോകും. അടുത്തതും ഉണ്ടല്ലോ, പിന്നും ഒരു സെയിൽസാണ് വന്നത്. സെയിൽസ് എവിടെയാണ് പോയത്, ഓർക്കുന്ന സെയിൽസ് എവിടെയാണ് പോയത്? സെയിൽസ് എപ്പോഴും വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ബാങ്ക് എന്നും പറഞ്ഞ് നമ്മൾ 50,000 രൂപ എഴുതി. സോ ജേണൽ വരുമ്പോഴത്തേക്കും എങ്ങനെ വരും, ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കിടന്ന സാധനം ഡെബിറ്റിൽ പോകണം. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു
ക്രെഡിറ്റിൽ ആര് വരും? ജോയിൻറ്റ് വെഞ്ചർ വരും. ജേണൽ സിമ്പിളായോ? അപ്പം ലെഡ്ജർ കിട്ടിക്കഴിഞ്ഞാൽ ജേണൽ അതിൽ നിന്നും സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. എന്നിട്ട് ഒരു നറേഷനും കൊടുക്കുക, എക്സ്പെൻസ് പെയ്ഡ് ഫോർ ദ വെഞ്ചർ എന്ന് പറഞ്ഞ് കൊടുക്കുക. സോറി, എക്സ്പെൻസ് അല്ലല്ലോ, ഇവിടെ സെയിൽസ് അല്ലേ, സോറി ബീങ് ദ എമൗണ്ട് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സെയിൽസ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു നറേഷനും കൂടി കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ 2000 രൂപയുടെ വീണ്ടും ഒരു എക്സ്പെൻസ് വന്നില്ലേ? എക്സ്പെൻസ് എപ്പോഴും എവിടെയാണ് വരുന്നത്? ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. സോ ജേണൽ വരുമ്പോഴത്തേക്കും ക്രെഡിറ്റ് സൈഡിൽ പോവും ബാങ്ക് അക്കൗണ്ട്, ഡെബിറ്റിൽ ആര് പോകും? ജോയിൻറ്റ് വെഞ്ചേഴ്സ് അക്കൗണ്ട്. അപ്പോൾ എങ്ങനെയാണ്? ജോയിൻറ്റ് വെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇപ്പോൾ എക്സ്പെൻസ് പെയ്ഡ് ഫോർ ദ വെഞ്ചർ അല്ലേ? 2000 രൂപ ഒരു എക്സ്പെൻസ് ഉണ്ടായിരുന്നില്ലേ? അതാണ് ഞാനിപ്പോൾ എഴുതിയത്. ഡെബിറ്റ് സൈഡിൽ ബാങ്ക് വന്നു. സോ ജേണൽ വന്നപ്പോൾ ക്രെഡിറ്റിൽ ബാങ്ക് പോയി, ഡെബിറ്റിൽ ആരാണ്? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടും പോയി. കിട്ടിയാ? ഓക്കെ, കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മീഷൻ കിട്ടി. സോ കമ്മീഷൻ എവിടെയാണ് വന്നത്? അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം. ഇതിപ്പോൾ എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ആ ലെഡ്ജർ ഓൾറെഡി വരച്ചിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്ന് എടുത്ത് എഴുതാം. കമ്മീഷൻ എവിടെയാണ് പോയത്? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. സോ ജേണൽ വരുമ്പോൾ കമ്മീഷൻ എവിടെ പോവും? ക്രെഡിറ്റിൽ പോവും. സോ കമ്മീഷൻ ക്രെഡിറ്റിൽ പോയി, ഡെബിറ്റിൽ ആര് വരും? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെറ്റർ വരും അല്ലേ? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എത്രയായിരുന്നു? കമ്മീഷൻ 2000 എങ്കിൽ 2000. അങ്ങനെ എമൗണ്ട് ഓഫ് കമ്മീഷൻ എന്നൊരു നറേഷനും കൊടുക്കുക. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ്, P&L അക്കൗണ്ടിൽ കൊണ്ടുപോയ എൻട്രി ഉണ്ടല്ലോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് എവിടെയാണ് പോയത്? ഡെബിറ്റ് സൈഡിൽ. സോ ജേണൽ വരുമ്പോൾ അത് ക്രെഡിറ്റിൽ പോവും. P&L അക്കൗണ്ട്, ഡെബിറ്റിൽ ആര് വരും? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒന്നെങ്കിൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൊടുത്തതും മോഹന് കൊടുത്തതും ഒരുമിച്ച് എഴുതാം, നോ ഇഷ്യൂസ്. അങ്ങനെ രണ്ടും ഒരുമിച്ച് എഴുതിയാലും കുഴപ്പമില്ല. അങ്ങനെ വരികയാണെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് സൈഡിൽ 8000 വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ 2 പേര് വരും. ആര് വരും? P&L അക്കൗണ്ടും വരും, മോഹനും വരും. ക്രെഡിറ്റ് സൈഡിൽ 4000 വെച്ച് കാണിക്കാം. ഓക്കെ, ഇത്രയുമാണ് വരുന്നത്. പിന്നെ ഫൈനൽ സെറ്റിൽമെൻറ്റിൽ 24,000 രൂപ മോഹന് കിട്ടുന്ന ഒരു സംഭവമുണ്ട്. സോ ബാങ്ക് വഴി ബാങ്കിൽ ക്യാഷ് കൂടിയത് കൊണ്ട് മോഹൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 24,000 ഒന്ന് കാണിക്കാം. സോ ജേണൽ എഴുതാനുള്ള ഒരു സിമ്പിൾ ഈസി ടിപ്പാണ് പറഞ്ഞത്. ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന കാര്യങ്ങൾ ജേണൽ വരുമ്പോൾ ക്രെഡിറ്റിൽ പോകും. ആ ഒരു കോൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഏത് ജേണൽ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് നോട്ട്, ഇപ്പം ഈ ഒരു നോട്ട് എനിക്ക് ഇത്രത്തോളം മനസ്സിലായി കാണുമെന്ന് എനിക്കറിയില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റത്തെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത എങ്ങനെയാണെന്ന് നോക്കാം. താങ്ക് യു എവരിവൺ.